എത്യോപ്യയിലെ ദൈവജനം സമാധാനത്തിനായി നിലവിളിക്കുകയാണ് എന്ന് എത്യോപ്യൻ ബിഷപ്പ് കോൺഫറൻസിൻ്റെ കുടുംബങ്ങളുടെയും ദൈവജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ കോർഡിനേറ്റർ ഫാദർ അബിനെറ്റ് അബേബെ തൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനം സ്ഥാപിക്കാൻ എത്യോപ്യക്കാർ ജാഗ്രതയോടെ പരിശ്രമിക്കണമെന്നും എത്യോപ്യക്കാരുടെ ക്രിസ്മസ് ദിനമായ ജനുവരി 7 നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിനിടയിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹവും ആനന്ദവും സമാധാനവും ഐക്യവും പങ്കുവെക്കാനായുള്ള നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നിലവിളി നമ്മൾ വളരെ ഗൗരവമായി എടുക്കണം. സന്തോഷം, സമാധാനം, ഐക്യം, സ്നേഹം എന്നിവ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അപലപിച്ച അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കാനായി എല്ലാവരും കഠിനമായി യത്നിക്കുകയും കലഹമുണ്ടാക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. 2020 നവംബർ 4-ാം തീയതിയാണ് എത്യോപ്യയുടെ വടക്കൻ പ്രദേശമായ ടൈഗ്രേ റീജിയനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ടൈഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടന എത്യോപ്യൻ ഫെഡറൽ ഗവൺമെൻറ് സൈനിക താവളത്തിൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. സ്ഥിരമായ വെടിനിർത്തൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് എത്യോപ്യൻ ഗവൺമെൻറ്റും TPLF-ഉം തമ്മിൽ 2022 നവംബർ 2-ാം തീയതി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി പ്രകാരം 2 വർഷമായി തുടരുന്ന കലാപം അവസാനിക്കേണ്ടതായിരുന്നു. എത്യോപ്യയിലെ കലാപത്തിനിടയിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നതായി അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച UN കമ്മീഷൻ 2023 ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ അംഹാര പ്രദേശത്ത് സൈന്യവും പ്രാദേശിക അർദ്ധസൈനിക വിഭാഗവും തമ്മിലാരംഭിച്ച സംഘട്ടനങ്ങൾ വീണ്ടും കലാപാന്തരീക്ഷം സൃഷ്ടിച്ചത്. അത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ 6 മാസത്തേക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി അബയ് അഹമ്മദ് നിർബന്ധിതനായി എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫെഡറൽ സൈന്യവും ടൈഗ്രയും തമ്മിൽ തുടരുന്ന കലാപം മൂലം ഏകദേശം 56,000-ഓളം ആളുകൾ എത്യോപ്യയിൽ നിന്ന് സുഡാനിലേക്ക് പലായനം ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നുണ്ട്.